അടുത്തത് മൈക്രോവേവ്സ് ആണ്. നോക്കാം നമുക്ക് മൈക്രോവേവിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, ഫ്രീക്വൻസി റേഞ്ച് എന്താണ്, വേവ് ലെങ്ത് റേഞ്ച് എന്താണ്, എന്തൊക്കെയാണ് അവരുടെ യൂസസ്. ആദ്യത്തെ പോയിന്റ്, മൈക്രോവേവ്സ് ആർ കോൾഡ് ഷോർട്ട് വേവ് ലെങ്ത് റേഡിയോ വേവ്സ്. അതായത് റേഡിയോ വേവ് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു, അവരെക്കാളും വേവ് ലെങ്ത് ഒരല്പം കുറവേ ഉള്ളൂ ആർക്ക്, മൈക്രോവേവ്സിന്. അതായത് വേവ് ലെങ്ത് കുറഞ്ഞ റേഡിയോ വേവ്സ് എന്ന് വേണമെങ്കിൽ ആരെ വിളിക്കാം, മൈക്രോവേവ്സിനെ വിളിക്കാം. അതുകൊണ്ടാണ് ആദ്യത്തെ പോയിന്റ് അങ്ങനെ വന്നത്. മൈക്രോവേവ്സ് ആർ കോൾഡ് ഷോർട്ട് വേവ് ലെങ്ത് റേഡിയോ വേവ്സ്. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് 10⁹ ഹെഡ്സ് മുതൽ 10⁻12 ഹെഡ്സ് വരെയാണ്. അതിൻ്റെ വേവ് ലെങ്ത് 0.1 മീറ്റർ മുതൽ 1 മില്ലിമീറ്റർ വരെ. ഇത്രയുമാണ് ആദ്യമായി പറയാനുള്ള കുറച്ച് പോയിൻറ്റ്സ്. ഇനി നമ്മൾ അതിൻ്റെ യൂസസ് ആണ് നോക്കാൻ പോകുന്നത്. ഇനി മൈക്രോവേവ്സിൻ്റെ യൂസസ് ആണ് നോക്കാം. ദീസ് ആർ യൂസ്ഡ് ഇൻ റഡാർ സിസ്റ്റം ഫോർ എയർക്രാഫ്റ്റ് നാവിഗേഷൻ. നമ്മുടെ എയ്റോപ്ലെയിൻസിൽ അതല്ലെങ്കിൽ എയർക്രാഫ്റ്റ്സിൽ അവരെ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നുണ്ട്. റഡാർ സിസ്റ്റത്തിൽ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ സമയത്തൊക്കെ അവർ നമ്മുടെ അടുത്ത് നമ്മുടെ മൊബൈൽ ഫോൺസ് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് പറയാറുണ്ട്. സൈലൻറ്റ് മോഡിലല്ല, ഓഫ് ചെയ്ത് വെക്കാനായിട്ട് പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇതാ, നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈക്രോവേവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ആദ്യം പറഞ്ഞ റേഡിയോ വേവ്സുമായിട്ട് ഒരല്പം സിമിലാരിറ്റി ഉണ്ട്. റേഡിയോ വേവ്സിൻ്റെ വേവ് ലെങ്ത്തിനേക്കാൾ ഒരല്പം കുറവേ ഉള്ളൂ നമ്മുടെ മൈക്രോവേവ്സിൻ്റെ വേവ് ലെങ്ത്. അപ്പോൾ നമ്മുടെ കോക്പിറ്റിലിരിക്കുന്ന പൈലറ്റ് അവിടുത്തെ ഓഫീസുമൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു എയർപ്ലെയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് വരുന്ന റേഡിയോ വേവ്സും അവരുടെ റഡാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവ്സുമായിട്ട് ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയുക മിക്സ് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഒരു പക്ഷേ നോയ്സൊക്കെ കയറി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വരുന്ന ആ ഒരു റേഡിയോ വേവ്സും അവരുപയോഗിക്കുന്ന മൈക്രോവേവ്സും തമ്മിൽ മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് പ്രത്യേകിച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ സമയത്തൊക്കെ അവർ നമ്മുടെ അടുത്ത് നമ്മുടെ ഫോൺസ്, സെല്ലുലാർ ഫോൺസ് ഓഫ് ചെയ്ത് വയ്ക്കാനായിട്ട് പറയുന്നത്. ഇനി അടുത്തത്, ദീസ് ആർ യൂസ്ഡ് ഇൻ മൈക്രോവേവ് ഓവൻ ഫോർ കുക്കിംഗ് പർപ്പസ്. നമുക്കൊരു പക്ഷേ അറിയാവുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് മൈക്രോവേവ് ഓവൻ. ആ പേരിൽ തന്നെയുണ്ട് മൈക്രോവേവ് ഓവൻ. നമ്മൾ മൈക്രോവേവ്സ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഓവൻ, അതാണ് മൈക്രോവേവ് ഓവൻ. ഇലക്ട്രിക് ഓവനൊക്കെ വേറെയുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് മൈക്രോവേവ് ഓവനാണ്. ആ ഓവനിലും നമ്മൾ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത്, ദീസ് ആർ യൂസ്ഡ് ടു മെഷർ ദ സ്പീഡ് ഓഫ് വെഹിക്കിൾ, ക്രിക്കറ്റ് ബോൾ എക്സെട്ര. ചിലപ്പോൾ നമ്മൾ സിനിമകളിലും അതല്ലെങ്കിൽ നമ്മൾ നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ MVD മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ ഹൈ സ്പീഡിൽ പോകുന്ന വെഹിക്കിൾസിനെ ട്രാക്ക് ചെയ്യുന്നതും ആ ഒരു വെഹിക്കിൾസിൻ്റെ വെലോസിറ്റി ഒക്കെ മെഷർ ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഡിവൈസൊക്കെ വെച്ചിട്ടാണ്. ആ ഡിവൈസിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് മൈക്രോവേവ്സ് ആണ്. അതുപോലെ ക്രിക്കറ്റൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് ഓരോ ബോളിന് ശേഷവും അതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് എഴുതി കാണിക്കും ആ ബോളിൻ്റെ സ്പീഡ് എത്രയായിരുന്നു. ഓക്കെ, ഒരുപക്ഷെ വല്ല 148 മൈൽ പെർ അവറോ കിലോമീറ്റർ പെർ ഒക്കെ ആയിരിക്കും അതിനകത്ത് ഒരുപക്ഷെ വരിക. അപ്പോൾ അവിടെയും ആ ക്രിക്കറ്റ് ബോളിൻ്റെ സ്പീഡ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ മൈക്രോവേവ്സിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തത്, ദീസ് ആർ യൂസ്ഡ് ഇൻ സ്റ്റഡി ഓഫ് അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. ഒരു ആറ്റത്തിനെ കുറിച്ച് അതല്ലെങ്കിൽ ഒരു മോളിക്യൂൾസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ടും നമുക്ക് ആരെ ഉപയോഗിക്കാം, മൈക്രോവേവ്സിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മൈക്രോവേവ്സിൻ്റെ യൂസസിനെ കുറിച്ച് പറയാനുള്ളത്.